Hey Google, turn on my light. Okay. Hey Google, turn off my light. Okay. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ വീട്ടിലെ ലൈറ്റ്, ഫാൻ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്കൽ അപ്ലയൻസ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിലെ ഗൂഗിൾ അസിസ്റ്റൻ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അത് ഒരു 500-600 രൂപ ചിലവുണ്ട്. അപ്പോൾ ഞാൻ അത് ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വീഡിയോയിൽ എന്താ പറയുക, ജസ്റ്റ് ഒരു ഇൻട്രോ പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഒരു സ്മാർട്ട് പ്ലഗിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സ്മാർട്ട് പ്ലഗിനെ ഗൂഗിൾ അസിസ്റ്റൻ്റ് വെച്ചിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഒരു വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം അതുപോലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാനായിട്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 4 സിമ്പിൾ സ്റ്റെപ്പാണ് വരുന്നത്. ഇതിൽ 2-3 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് റിപ്പീറ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടൈം സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലിങ്ക് ആപ്പിനെ കോൺഫിഗർ ചെയ്യാനായിട്ട് ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ബ്ലിങ്ക് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പ് വരും. ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലോഗിൻ സെക്ഷൻ വരും. അവിടെ നിങ്ങൾ പുതിയ യൂസർ ആണെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ഓൾറെഡി യൂസർ ആണെങ്കിൽ ലോഗിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി യൂസർ ആയതുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്യാണ്. ഞാനിവിടെ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കൊടുക്കുകയാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അത് നിങ്ങൾ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പ്രൊജക്റ്റ് നെയിം കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഹോം ഓട്ടോമേഷൻ എന്ന് കൊടുക്കുകയാണ്. തൊട്ട് താഴത്തായിട്ട് നിങ്ങൾക്ക് ചൂസ് ഡിവൈസ് എന്ന് കാണാം. അവിടെ നിങ്ങൾ NodeMcu സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴത്തായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ടൈപ്പ് കാണാം. അത് നിങ്ങൾ വൈഫൈന് സെറ്റ് ചെയ്യാം. അതിന് താഴത്ത് നിങ്ങൾക്ക് തീം എന്ന് കാണാം. അത് നിങ്ങൾക്ക് ലൈറ്റോ ഡാർക്കോ ആക്കാവുന്നതാണ്. ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണാം. അതായത് നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഓത്ത് ടോക്കൺ സെൻഡ് ചെയ്ത് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ആവശ്യമില്ല, നമുക്കിത് പ്രോഗ്രാം ചെയ്യുന്ന ടൈമിലാണ് ആവശ്യം. അതുകൊണ്ട് നമുക്കിത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ പ്രൊജക്റ്റ് നെയിം കാണാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബട്ടൺ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ടോപ്പിലുള്ള ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. നോക്കിയൊരു ബട്ടൺ കോൺഫിഗർ ചെയ്യാനായിട്ട് ഇതിന് മുകളിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബട്ടൺ കാണാം. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നെയിം കൊടുക്കാം. ഞാൻ ഇപ്പം ലൈറ്റ് എന്ന് കൊടുക്കുകയാണ്. തൊട്ട് താഴത്തായിട്ട് നിങ്ങൾക്ക് പിന്ന് കാണാം. അത് പ്രസ് ചെയ്യുക. അവിടെ നിങ്ങൾ ഡിജിറ്റൽ പിന്ന് D5 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡിജിറ്റൽ പിന്ന് D5 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ഇപ്പുറത്തായിട്ട് നിങ്ങൾക്കൊരു 0ഉം 1ഉം കാണാം. അത് മാറ്റിയിട്ട് 1ഉം 0ഉം ആക്കി കൊടുക്കുക. ബാക്ക് അടിക്കുക. അതിന് താഴത്തായിട്ട് നിങ്ങൾക്കൊരു മോഡ് കാണാം. അവിടെ നിങ്ങൾ പുഷ് എന്നുള്ളത് സ്വിച്ചിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. നമുക്കിത് ബാക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളവിടെ ബ്ലിങ്ക് ആപ്പിനെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ NodeMcuനെ പ്രോഗ്രാം ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ NodeMcu എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ്. അപ്പോൾ ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളതിൽ പോയിട്ട് കണ്ടു നോക്കാം. നോക്കി ഒരു ബോർഡ് പ്രോഗ്രാം ചെയ്തെടുക്കണം. അപ്പം പ്രോഗ്രാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫോണാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരായാലും ഫോണായിരിക്കും ഉണ്ടാവുക. നമുക്കിത് പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മുടെ NodeMcu നമ്മുടെ ഒരു ഫോണായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു NodeMcu നമ്മുടെ ഒരു ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് പ്രോഗ്രാം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ESP8266 സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പ് വരും. ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഞാൻ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് വെച്ചിട്ടാണ് നമ്മളവിടെ NodeMcuനെ പ്രോഗ്രാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിലായിട്ടൊരു ബ്ലിങ്ക് ജിപ്പോ 2 എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ പ്രോഗ്രാംസ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ബ്ലിങ്ക് ബേസിക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്ലിങ്ക് ബേസിക് എന്നുള്ളത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ടോപ്പിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ താഴത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് സെറ്റ് SSID എന്ന് കാണാം. അവിടെ നിങ്ങളുടെ വൈഫൈൻ്റെ നെയിം കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്.
അതായത് ആക്റ്റീവ് ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു വൈഫൈൻ്റെ നെയിം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വൈഫൈ ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഫോണിലെ വൈഫൈ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഒരു ആക്റ്റീവായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെന്നുള്ളൂ. അപ്പോൾ അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വൈഫൈൻ്റെ പാസ്വേഡ് കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ബ്ലിങ്ക് ഓതുന്നതാണ്. അവിടെ നിങ്ങളുടെ ബ്ലിങ്ക് ആപ്പിൻ്റെ ഓ ടോക്കൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബ്ലിങ്ക് ആപ്പിൻ്റെ ഓ ടോക്കൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്ലിങ്ക് ആപ്പ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഓ ടോക്കൺ എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് തൊട്ടുപുറത്തായിട്ട് ഇമെയിൽ ഓളെന്ന് കാണാം, കോപ്പി ഓളും കാണാം. അപ്പോൾ ഫോണിലായിക്കൊണ്ട് ഞാൻ കോപ്പി ഓൾ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴത്തായിട്ട് ഓ ടോക്കൺ വാസ് കോപ്പി ഇടുന്ന കാണാം. നമുക്കിത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് അടിക്കാം. ഇനി നമുക്ക് വേണ്ട പ്രോഗ്രാം അപ്ലോഡ് ചെയ്യണം. അപ്പം പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രീൻ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കും, അവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ NodeMcu ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നതാണ്. അതായത് നമ്മുടെ NodeMcuവിൻ്റെ മുകളിൽ ബ്ലൂ ലൈറ്റ് മിന്നി കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പ്രോഗ്രാം അപ്ലോഡ് ആവുന്നതിൻ്റെയാണ്. അപ്പോൾ ഇവിടെ ഫിനിഷ് എന്ന് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രോഗ്രാം അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു NodeMcu പ്രോഗ്രാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനപ്പം ഈ ഒരു NodeMcuയിലേക്ക് സപ്ലൈ കൊടുക്കുന്നു. ആ സപ്ലൈ കൊടുക്കുന്ന ടൈമിലൊക്കെ നമ്മുടെ ഈ NodeMcu പോയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പം സെറ്റിങ്സിൽ കൊടുത്തിട്ടുള്ള ഒരു വൈഫൈ ഉണ്ടല്ലോ, ആ ഒരു വൈഫൈയിലേക്ക് പോയി കണക്റ്റ് ആവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. നമുക്ക് നമ്മുടെ തേർഡ് സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ്വെയർ കണക്ഷനാണ്. അപ്പോൾ ഈ ഹാർഡ്വെയർ കണക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ NodeMcu വെച്ചിട്ടാണ് നമ്മൾ ഒരു എൻ്റയർ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവാൻ എന്താക്കണം, നമുക്ക് നമ്മുടെ NodeMcuക്ക് സപ്ലൈ കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ ബൾബ് കണക്ട് ചെയ്യണം, പിന്നെ നമ്മുടെ ബൾബിന് സപ്ലൈ കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാർഡ്വെയർ കണക്ഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ NodeMcu എടുത്തിട്ടുണ്ട്, പിന്നെ അവിടെ ബൾബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബൾബിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ബൾബ് ഇതുപോലത്തെ ഒരു അഡാപ്റ്ററിൽ കണക്ട് ആയിട്ടുണ്ട്. പിന്നെ അവിടെ ബൾബിന് സപ്ലൈ കൊടുക്കാൻ അതുപോലത്തെ ഒരു പ്ലഗും യൂസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ബൾബും നമ്മുടെ ഒരു NodeMcu കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു റിലേ വേണം. ഇതിപ്പോൾ ഒരു സിംഗിൾ ചാനൽ റിലേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഒറ്റ ബൾബ് എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ സിംഗിൾ ചാനൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 ബൾബാണെങ്കിൽ ഡ്യുവൽ ചാനൽ, 4 ബൾബാണെങ്കിൽ 4 ചാനലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അവിടെ ഒരു NodeMcu സപ്ലൈ കൊടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ചാർജർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിത് കണക്ഷൻ ചെയ്യാനായിട്ട് വേണ്ടത്. നമുക്കിതൊന്ന് കണക്ഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളൊരു സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് കണക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ബൾബ് എടുത്തിട്ട് നമ്മുടെ റിലേയിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിലേന്ന് 2 ജമ്പർ എടുത്തിട്ട് നമ്മുടെ NodeMcuയിലേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൾബിന് സപ്ലൈ കൊടുക്കാനായിട്ട് വയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ NodeMcu സപ്ലൈ കൊടുക്കാനായിട്ട് ചാർജറും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിലേൻ്റെ മുകളിൽ ലൈറ്റ് എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ റിലേൻ്റെ മുകളിൽ പോയി തൊടുകയും ചെയ്യരുത്, കാരണം ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ സപ്ലൈ കൊടുത്തതുകൊണ്ട് തന്നെ. ഇത് നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബ്ലിങ്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ടോപ്പിലുള്ള പ്ലേ ബട്ടൺ പ്രസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഓൺ ആവുന്ന കാണാം, അതുപോലെ തന്നെ ഓഫ് ആവുന്ന കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സർക്യൂട്ടിനെ നമ്മുടെ ബ്ലിങ്ക് ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ട് ഇൻ്റർനെറ്റായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ബ്ലിങ്ക് ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് അവിടെ ഒരു സർക്യൂട്ടിലേക്ക് നമ്മുടെ ഗൂഗിൾസിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സ്റ്റെപ്പ് 4ലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ IFTTT കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സർക്യൂട്ടിലേക്ക് നമ്മുടെ ഗൂഗിൾസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സർക്യൂട്ടിലേക്കല്ല ആഡ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ബ്ലിങ്ക് ആപ്പുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും നമുക്കൊരു ബ്ലിങ്ക് ആപ്പിനെ നമ്മുടെ ഗൂഗിൾസിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആപ്പാണ് ശരിക്കും IFTTT എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നിങ്ങൾ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് IFTTT സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ IFTTT എന്ന് പറയുന്ന ആപ്പ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ IFTTT ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. അവിടെ നിങ്ങൾ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ IFTTT നമ്മുടെ മെയിൽ ID ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ടോപ്പിലായിട്ട് നിങ്ങളുടെ മെയിൽ ID കാണാൻ പറ്റും. തൊട്ട് താഴത്തായിട്ട് നിങ്ങൾക്കൊരു ക്രിയേറ്റ് ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഇഫ് ദിസ് ദെൻ ദാറ്റ് എന്ന് കാണാം. അവിടെ നിങ്ങൾക്ക് ദിസിൻ്റെ നേരെയായിട്ട് പ്ലസ് ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അവിടെ നിങ്ങൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് സെർച്ച് ചെയ്യുക. അപ്പം ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സെലക്ട് ട്രിഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോയിലേക്ക് പോകും. അവിടെ നിങ്ങൾ സേ എ സിമ്പിൾ പ്രൈസ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ കണക്റ്റ് കൊടുക്കുക. വീണ്ടും നിങ്ങളുടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അലോ ചെയ്താൽ മാത്രമേ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റായിട്ട് കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാം വാട്ട് യു വാണ്ട് ടു സേ, അതായത് നിങ്ങൾ എന്ത് പറയുമ്പോഴാണ് നിങ്ങളുടെ ഒരു ഗൂഗിൾ അസിസ്റ്റൻ്റ് നമ്മുടെ ലൈറ്റിനെ ഓൺ ആക്കേണ്ടതുള്ളത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ടേൺ ഓൺ മൈ ലൈറ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് ടേൺ ഓൺ മൈ ലൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ഗൂഗിൾ അസിസ്റ്റൻ്റ് പോയിട്ട് നമ്മുടെ ലൈറ്റിനെ ഓൺ ആക്കും. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ടേൺ ഓൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റ് ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് അത് താഴത്തായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഓൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈറ്റ് ഓൺ ആണെങ്കിൽ അതും നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് കൊടുക്കാം. ഞാനിവിടെ ടേൺ ഓൺ എന്ന് കൊടുക്കുകയാണ്, താഴത്തായിട്ട് ഓൺ എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ടേൺ ഓൺ മൈ ലൈറ്റ് എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ടേൺ ഓൺ എന്ന് പറഞ്ഞാലും വെറും ഓൺ എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ഗൂഗിൾ അസിസ്റ്റൻ്റ് പോയിട്ട് നമ്മുടെ ലൈറ്റിനെ ഓൺ ആക്കും. തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസിസ്റ്റൻറ്റിൻ്റെ റെസ്പോണ്ട് സെറ്റ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ലൈറ്റ് ഓൺ ആക്കാൻ പറയുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് തിരിച്ചെന്താണോ പറയുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓക്കെ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ലൈറ്റ് ഓൺ ആക്കാൻ പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് തിരിച്ച് ഓക്കെ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഈ ലൈറ്റിനെ ഓൺ ആക്കും. നിങ്ങൾക്ക് താഴത്തായിട്ട് ലാംഗ്വേജ് വേണം, അത് ഇംഗ്ലീഷ് സെറ്റ് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, അതായത് നമ്മുടെ ദിസ് എന്നുള്ളത് മാറിയിട്ട് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. അതായത് ഈഫ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ദെൻ ദാറ്റ്, പിന്നെ ഒരു പ്ലസ് ഐക്കൺ പോയിട്ട് നമ്മുടെ ഒരു ദാറ്റിന് നേരെ വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങളിവിടെ വെബ് ഹുക്ക് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സെലക്ട് ആക്ഷൻ എന്നുള്ളൊരു വിൻഡോയിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് മേക്ക് എ വെബ് റിക്വസ്റ്റ് എന്ന് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ കണക്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ URL കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ഈ ഒരു URL ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു URLൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലിങ്ക് സെർവറിൻ്റെ IP അഡ്രസ് ആണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സ്ലാഷ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലിങ്ക് ആപ്പിൻ്റെ ഓത്ത് ടോക്കൺ ആണ്. അപ്പോൾ ഈ ഒരു ഓത്ത് ടോക്കൺ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും യൂണീക്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബ്ലിങ്ക് ആപ്പിൻ്റെ ഓത്ത് ടോക്കൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. വീണ്ടും ഒരു സ്ലാഷ് കഴിഞ്ഞിട്ട് ഞാനിവിടെ D5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു D5 എന്ന് പറയുന്നത് നമ്മുടെ റിലേയും NodeMcuം തമ്മിൽ കണക്ട് ആയിട്ടുള്ള സിഗ്നൽ പിന്നാണ്. പക്ഷേ നിങ്ങളിവിടെ D5 എന്ന് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബ്ലിങ്ക് സെർവറിൽ നിന്ന് NodeMcuലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ബ്ലിങ്ക് സെർവർ വിചാരിക്കും അത് അർഡിനോൻ്റെ ഡീറ്റെയിൽ പിന്നിലേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ NodeMcuവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അർഡിനോൻ്റെ ഡീറ്റെയിൽ പിന്ന് വേണം നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ NodeMcuവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ അർഡിനോൻ്റെ ഡീറ്റെയിൽ പിന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. നമുക്കിത് മാറ്റിയിട്ട് നമ്മുടെ NodeMcuവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അർഡിനോൻ്റെ ഡീറ്റെയിൽ പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ D40 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ URL എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ URL ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴത്തേക്ക് വന്നാൽ നിങ്ങൾക്കൊരു മെത്തേഡ് എന്ന് കാണാം. അവിടെ നിങ്ങൾ പുട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ ഒരു കണ്ടൻറ് ടൈപ്പ് വേണം. അവിടെ നിങ്ങൾ application/js എന്ന് കൊടുക്കുക. പിന്നെ ഒരു ബോഡി കാണാം. ഒരു ബോഡി എന്നുള്ളിടത്തിൽ നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിലായിട്ട് ഡബിൾ ഇൻവേർട്ടർ കോമയിൽ 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ലൈറ്റിനെ ഹൈ ആക്കുക എന്നുള്ളതാണ്. നമുക്കിത് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പ്രിവ്യൂ വിൻഡോയിലേക്ക് പോകും. അവിടെ നിങ്ങൾ താഴത്തുള്ള ഫിനിഷ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് കണക്റ്റഡ് ആണ്. നിങ്ങൾക്കിവിടെ കണക്റ്റഡ് എന്ന് കാണിക്കും. നമുക്കിത് ബാക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റിനെ ഓൺ ആക്കാനുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേൺ ഓൺ മൈ ലൈറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ഒരു IFTTT നമ്മുടെ ഒരു ബ്ലിങ്കിലേക്ക് സിഗ്നൽസ് സെൻഡ് ചെയ്തിട്ട് നമ്മുടെ ലൈറ്റിനെ ഓൺ ആക്കും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിനെ ഓഫ് ആക്കാനുള്ള സെറ്റിങ്സും കാര്യങ്ങളും കൂടി ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ക്രിയേറ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കുക.
ഇവിടെ ടേൺ ഓഫ് മൈ ലൈറ്റ് എന്ന് കൊടുക്കുക. ഈ രണ്ടെണ്ണം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല. താഴത്തായിട്ട് ഞാൻ ഓക്കെ തന്നെ കൊടുക്കുകയാണ്. തൊട്ട് താഴത്ത് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുത്തു. അപ്പം നേരത്തെ പോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഹോസ്റ്റിൻ്റെ വന്നിട്ടുണ്ട്. ദെൻ ഇതായിട്ടുണ്ട്. നമുക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വെബ് ഹുക്കും സെർച്ച് ചെയ്യുക. ഇവിടെ നമ്മുടെ URL പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സെയിം URL തന്നെയാണ്. മെത്തേഡ് നമ്മുടെ പുട്ട് കൊടുക്കുക. കണ്ടൻറ് ടൈപ്പ് application/json കൊടുക്കുക. ബോഡിയിൽ മാത്രം മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ബോഡീൻ്റെ ഉള്ളിൽ 0 മാറ്റിയിട്ട് 1 കൊടുക്കുക. അപ്പോൾ ഒരു 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ലൈറ്റ് ഓഫ് എന്നാണ്. കണ്ടിന്യൂ കൊടുക്കാം, ഫിനിഷ് കൊടുക്കാം. അപ്പോൾ കണക്റ്റഡ് എന്ന് വന്നിട്ടുണ്ട്. നമുക്കത് ബാക്ക് അടിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ലൈറ്റിനെ ഓഫ് ആക്കാനുള്ള കമൻറ്റും വന്നിട്ടുണ്ട്, നമ്മുടെ ലൈറ്റിനെ ഓൺ ആക്കാനുള്ള കമൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ IFTTT വെച്ചിട്ട് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആമസോൺ അലക്സയാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ദിസ്സിൽ ആമസോൺ അലക്സ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സേ എ സ്പെസിഫിക് പ്രൈസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾ കണക്ട് കൊടുക്കുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ ആമസോൺ ID വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കാണിക്കുന്നില്ല, നമുക്ക് ബാക്ക് അടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ IFTTT കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇതിലേക്ക് ആഡ് ആയിട്ട് നോക്കാനായിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് ഗൂഗിളിനോടൊന്ന് പറഞ്ഞു നോക്കാം. ഹേ ഗൂഗിൾ, ടേൺ ഓൺ മൈ ലൈറ്റ്. Okay. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ആക്കാനുള്ള കമൻറ്റ് കൊടുക്കാം. ഹേ ഗൂഗിൾ, ടേൺ ഓഫ് മൈ ലൈറ്റ്. Okay. അപ്പോൾ നമ്മുടെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഈ സർക്യൂട്ടിനെ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ബ്ലിങ്ക് ആപ്പ് വെച്ചിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വർക്കിങ് കാര്യങ്ങളും കൂടി നോക്കിയിട്ട് നമ്മുടെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈറ്റിനെ ഇൻ്റർനെറ്റ് വഴി കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ NodeMcu യൂസ് ചെയ്തു. നമ്മുടെ NodeMcu നമ്മുടെ ഒരു ബൾബും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ റിലേ യൂസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഒരു NodeMcuനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ബ്ലിങ്ക് ആപ്പ് യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈറ്റിനെ ഓൺ ആക്കും ഓഫ് ആക്കും ചെയ്തു. പക്ഷെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് വെച്ചിട്ട് നമ്മുടെ ഈ ലൈറ്റിനെ ഓൺ ആക്കും ഓഫ് ആക്കുകയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ NodeMcu ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ബ്ലിങ്ക് ആപ്പ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് വെച്ചിട്ട് നമ്മുടെ ഒരു ഗൂഗിൾ അസിസ്റ്റൻ്റിനെയും നമ്മുടെ ഒരു ബ്ലിങ്കിനെയും തമ്മിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആപ്പാണ് നമ്മുടെ IFTTT എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഡാറ്റയാണ് നമ്മൾ IFTTTയിലേക്ക് കൊടുത്തു. IFTTT അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽസിനെയും കാര്യത്തിനെയും നമ്മുടെ ബ്ലിങ്ക് ആപ്പിൻ്റെ സെർവറിലേക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ ലൈറ്റിനെ ഓൺ ആക്കും അതുപോലെ തന്നെ ഓഫ് ആക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ സർക്യൂട്ടിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനി പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ID മെസ്സേജ് അയക്കാം. ID മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലത്തെ പ്രൊജക്റ്റിലും വർക്കിലൊക്കെ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.